the grasshopper and the ant. grasshopper എന്നാൽ പുൽച്ചാടി, ant എന്നാൽ ഉറുമ്പ്. grasshopperഉം ഉറുമ്പും. Once there lived a lazy grasshopper. He didn't like to work all day long. He sang songs and played in the warm sunshine. Lazy എന്നാൽ മടി. Once there lived a lazy grasshopper. ഒരിക്കൽ ഒരു മടിയനായ grasshopper ജീവിച്ചിരുന്നു. He didn't like to work. ഈ മടിയനായ grasshopperന് എന്തിഷ്ടമായിരുന്നില്ല? ജോലി ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ല. മടിയനായിരുന്നില്ലേ? അതുകൊണ്ട് grasshopperന് ജോലിയൊന്നും ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ല. All day long he sang songs and played in the warm sunshine. മുഴുവൻ ദിവസവും ഈ ലേസി ആയിട്ടുള്ള grasshopper പാട്ടുകളെല്ലാം പാടി കളിച്ച് നല്ല ഇളം ചൂടുള്ള സൺഷൈൻ വെയിലത്ത് സുഖമായി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഹി ഹി ലുക്ക് അറ്റ് മീ, ഐ ആം ആസ് ഹാപ്പി ആസ് ക്യാൻ ബി. The grasshopper laughed at the hard working ants as they worked day and night. He look at me, I am as happy as can be. ഹി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ലുക്ക് അറ്റ് മീ, എന്നെ നോക്കൂ, ഐ ആം ആസ് ഹാപ്പി ആസ് ക്യാൻ ബി. ഞാൻ എത്രയധികം സന്തോഷത്തിലിരിക്കാൻ പറ്റുമോ അത്രയധികം സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ദ grasshopper laughed at the hard working ants. grasshopper ആരെയാണ് നോക്കി കളിയാക്കുന്നത്? ആരെയാണ് നോക്കി ചിരിക്കുന്നത്? ഹാർഡ് വർക്ക് ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഉറുമ്പുകളെ നോക്കിയിട്ടാണ് grasshopper ഇങ്ങനെ ചിരിക്കുന്നത്. ആസ് they worked day and night. കാരണം എന്താണ്? ഈ ആൻസ് രാത്രിയും പകലും മുഴുവൻ സമയവും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ നോക്കിയിട്ടാണ് മടിയനായ ഈ grasshopper കളിയാക്കുന്നത്. We are storing grains for the long winter ahead. അപ്പോൾ ആൻസ് പറഞ്ഞു, ഞങ്ങൾ ഗ്രെയിൻസ്, ധാന്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. കാരണം ഇനി വിൻ്ററാണ് വരാൻ പോകുന്നത്, തണുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. അതിനായി ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഗ്രെയിൻസ്, ധാന്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് ഞങ്ങൾ ശേഖരിച്ച് വയ്ക്കുകയാണ് എന്ന് ആൻസ് grasshopperനോട് പറഞ്ഞു. The lazy grasshopper only laughed louder. ഇത് കേട്ടപ്പോൾ മടിയനായ grasshopper ഒന്നുകൂടെ ഉറക്കെ ചിരിച്ചതേ ഉള്ളൂ. Summer ended and the cold winter arrived. അങ്ങനെ സമ്മർ തീർന്നു, വേനൽക്കാലമെല്ലാം കഴിഞ്ഞ് cold winter arrived. തണുപ്പുള്ള മഞ്ഞുകാലം വരാനായി തുടങ്ങി. The wind blew strong and it started snowing. മഞ്ഞുകാലമായപ്പോൾ കാറ്റ്, വിൻഡ് എന്നാൽ കാറ്റ്, ബ്ലൂ എന്നാൽ അടിക്കുക, കാറ്റ് ശക്തമായി അടിക്കാനായി തുടങ്ങി. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് സ്നോയിങ്. അതുപോലെ തന്നെ മഞ്ഞ് വീഴാനായി തുടങ്ങി. ദ grasshopper now began to worry. വറി എന്നാൽ വിഷമിക്കുക. ഇപ്പോൾ grasshopper, ലേസി ആയിട്ടുള്ള grasshopper വിഷമിക്കാനായി തുടങ്ങി. There is no food to eat. grasshopper പറയുകയാണ്, അയ്യോ എനിക്ക് ഒരു ഭക്ഷണവുമില്ല കഴിക്കാനായിട്ട്. നോ ഗ്രാസ്, പുല്ലുമില്ല. നോ ഫ്ലവേഴ്സ്, പൂക്കളുമില്ല. ഓർ ലീവ്സ്, അതുപോലെ ഇലകളുമില്ല. ഭക്ഷണം കഴിക്കാനായി ഫുഡില്ല, ഗ്രാസ് ഇല്ല, പൂക്കളില്ല, ഇലകളില്ല, ഒന്നുമില്ല. കാരണം മഞ്ഞുകാലമാണ്. മഞ്ഞുകാലത്ത് ഇതൊന്നും ഉണ്ടാവില്ല, വെറും മഞ്ഞ് മാത്രമായിരിക്കും. ഐ കാൺ സീ ഈവൻ ദ ടൈനിയസ്റ്റ് ഫ്ലൈ ഓർ worm. അതുപോലെ ചെറിയ, ടൈനിയസ്റ്റ് എന്നാൽ ഏറ്റവും ചെറിയ, ഫ്ലൈ ഏറ്റവും ചെറിയ ഫ്ലൈനെ, ഏറ്റവും ചെറിയ പ്രാണികളെയും അതുപോലെ പുഴുക്കളെയും, വേം എന്നാൽ പുഴു, പുഴുക്കളെയും എനിക്ക് കാണാനായി കഴിയുന്നില്ല. വാട്ട് വിൽ ഐ ഡു? ഞാനിനി എന്താണ് ചെയ്യുക? ഐ വിൽ ഷ്യൂർലി സ്റ്റാർവ്. സ്റ്റാർവ് എന്നാൽ പട്ടിണി കിടക്കുക. ഞാൻ തീർച്ചയായും പട്ടിണി കിടക്കാനായി പോവുകയാണ് എന്ന് ഹി ക്രൈഡ്. grasshopper കരയാനായി തുടങ്ങി. ലെറ്റ് മീ മീറ്റ് മൈ കൈൻഡ് നെയ്ബർ ദ ആൻഡ്. കൈൻഡ് എന്നാൽ ദയ,
നൈബർ എന്നാൽ അയൽവാസി. ഞാൻ എൻ്റെ ദയയുള്ള അയൽവാസിയെ പോയി കാണട്ടെ. ആരാണത്? ഉറുമ്പിനെ. The grasshopper remembered how the hardworking ant had stored away grain for the winter. Remembered എന്നാൽ ഓർമ്മിക്കുക. ഹാർഡ് വർക്കിംഗ് എന്നാൽ കഠിനമായി അധ്വാനിക്കുന്ന. സ്റ്റോർഡ് എന്നാൽ ശേഖരിക്കുക. ഗ്രാസ് ഹോപ്പർ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ എന്താണ് ഓർത്തത്? കഠിനമായി അധ്വാനിച്ചുകൊണ്ട് വിൻ്ററിനായി ധാന്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ച ഉറുമ്പുകളെയാണ് ഗ്രാസ് ഹോപ്പർ അപ്പോൾ ഓർത്തത്. ഹി നോക്ക്ഡ് അറ്റ് ഹർ ഡോർ. അങ്ങനെ ഗ്രാസ് ഹോപ്പർ ഉറുമ്പിൻ്റെ വീട്ടിലെ ഡോറിനെ തട്ടി. ഡിയർ ആൻഡ്, ഐ ആം ഹംഗ്രി ആൻഡ് കോൾഡ്. എന്നിട്ട് ആൻറ്റിനോട് പറഞ്ഞു, ഡിയർ ആൻഡ്, ഐ ആം ഹംഗ്രി, എനിക്ക് വളരെയധികം വിശപ്പുണ്ട്. ആൻഡ് കോൾഡ്, അതുപോലെ ഒരുപാട് തണുപ്പുമുണ്ട്. ഐ ഹാവ് നത്തിങ് ടു ഈറ്റ്, എനിക്ക് ഒന്നുമില്ല കഴിക്കാനായിട്ട്. പ്ലീസ് ക്യാൻ യു ഗീവ് മീ സം ഫുഡ്, ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് ഭക്ഷണം തരാമോ എന്ന് ഗ്രാസ് ഹോപ്പർ ആൻറ്റിനോട് ചോദിച്ചു. The ant shook in anger. Anger എന്നാൽ ദേഷ്യം. ഉറുമ്പ് ദേഷ്യം കൊണ്ട് വിറച്ചു. Lazy one, മടിയ. What were you doing all summer? നീ സമ്മറിൽ, വേനൽക്കാലത്ത് നീ എന്താണ് ചെയ്യുന്നുണ്ടായിരുന്നത്? You were only singing and dancing. നീ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യു ഷുഡ് ഹാവ് തോട്ട് ഓഫ് ദ കോൾഡ് വിൻ്റർ മന്ത്സ് അഹെഡ്. നീ ആലോചിക്കണമായിരുന്നു, ഇനി സമ്മർ കഴിഞ്ഞാൽ തണുപ്പുള്ള വിൻ്ററാണ് വരാൻ പോകുന്നത് എന്ന്. ഗോ എവേ, ഇവിടെ നിന്ന് പോ. ഷീ സ്ലാംഡ് ഹെർ ഡോർ ഷട്ട്. എന്നിട്ട് വാതിൽ ഗ്രാസ് ഹോപ്പറിന് മുന്നിൽ അടച്ചു. The lazy grasshopper was left as hungry as before. അങ്ങനെ ഉറുമ്പ് വാതിൽ അടച്ചപ്പോൾ മടിയനായ ഗ്രാസ് ഹോപ്പർ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വിശന്ന് തന്നെ ഇരുന്നു. വേർഡ്സ് ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ് എന്നാൽ കഠിനമായി അധ്വാനിക്കുക. അറൈവ്ഡ്. അറൈവ്ഡ് എന്നാൽ എത്തി. സ്റ്റാർവ്. സ്റ്റാർവ് എന്നാൽ പട്ടിണി. ഹൗ ഡിഡ് ദ ഗ്രാസ് ഹോപ്പർ സ്പെൻഡ് ഹിസ് ഡേയ്സ്? എങ്ങനെയാണ് ഗ്രാസ് ഹോപ്പർ തൻ്റെ ദിവസങ്ങൾ ചിലവഴിച്ചിരുന്നത്? ദ ഗ്രാസ് ഹോപ്പർ സ്പെൻഡ് ഹിസ് ഡേയ്സ് ബൈ സിംഗിങ് ആൻഡ് പ്ലേയിങ്. ഗ്രാസ് ഹോപ്പർ പാട്ടുപാടിയും അതുപോലെ കളിച്ചുമാണ് തൻ്റെ ദിവസങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഡ് ദ ഗ്രാസ് ഹോപ്പർ ഫൈൻഡ് ഫുഡ് ഇൻ വിൻ്റർ? ഗ്രാസ് ഹോപ്പറിന് വിൻ്ററിൽ ഫുഡ് കണ്ടുപിടിക്കാനായി കഴിഞ്ഞുവോ? No, the grasshopper couldn't find food in winter. ഗ്രാസ്ഹോപ്പറിന് വിൻ്ററിൽ ഭക്ഷണം കണ്ടുപിടിക്കാനായി കഴിഞ്ഞില്ല. What did the ant tell the grasshopper when he asked for food? ഗ്രാസ്ഹോപ്പർ ഫുഡിനായി ചോദിച്ചപ്പോൾ ആൻഡ് എന്താണ് പറഞ്ഞത്? The ant shook in anger and scolded the grasshopper for being lazy all the summer and not doing any work. ഗ്രാസ്ഹോപ്പർ ഉറുമ്പിനോട് ഭക്ഷണം ചോദിച്ചപ്പോൾ ഉറുമ്പ് ദേഷ്യത്തോടുകൂടി ഗ്രാസ് ഹോപ്പറിനെ വഴക്ക് പറഞ്ഞു. എന്തിനാണ് വഴക്ക് പറഞ്ഞത്? മുഴുവൻ സമ്മറിലും മടിയനായിരുന്ന് ഒരു ജോലിയും ചെയ്യാതിരുന്നതിനാണ് ഗ്രാസ് ഹോപ്പറിനെ ഉറുമ്പ് വഴക്ക് പറഞ്ഞത്. ലെറ്റ്സ് ടോക്ക്. ഇഫ് യു were asked to store things for the winter, what would you store? Name any 3 things. നിങ്ങളോട് തണുപ്പ് കാലത്തിന് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനായി പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുക? അതിൽ 3 എഴുതാനായിട്ടാണ് പറയുന്നത്. വിച്ച് സീസൺ ഡു യു ലൈക്ക് ദ ബെസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ഏതാണ്? Tell the class the story of the grasshopper and the ant in your own language. നിങ്ങളുടെ ഭാഷയിൽ ഗ്രാസ് ഹോപ്പറിൻ്റെയും ഉറുമ്പിൻ്റെയും കഥ നിങ്ങളുടെ ക്ലാസ്സിനോട് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് പറയുന്നത്. വേർഡ് ബിൽഡിംഗ്. സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് മീൻ ദ സെയിം. ഒരുപോലെ അർത്ഥം വരുന്ന വേർഡ്സ് സർക്കിൾ ചെയ്യാനായിട്ടാണ് പറയുന്നത്. സ്പീക്ക്. സ്പീക്ക് എന്നാൽ സംസാരിക്കുക. ടോക്ക് എന്നാൽ സംസാരിക്കുക. ഷൗട്ട് എന്നാൽ എന്താണ്? നിലവിളിക്കുക. ഇതിലൊരുപോലെ വരുന്ന അർത്ഥം സ്പീക്ക് ആൻഡ് ടോക്ക്. കംപ്ലീറ്റ്, ഫിനിഷ്, സ്റ്റാർട്ട്. കംപ്ലീറ്റ് എന്നാൽ തീർക്കുക, ഫിനിഷ് എന്നാലും തീർക്കുക, സ്റ്റാർട്ട് എന്നാൽ തുടങ്ങുക. അപ്പോൾ കംപ്ലീറ്റും ഫിനിഷുമാണ് സെയിം മീനിങ് വരുന്നത്. സ്മോൾ, തിൻ, ലിറ്റിൽ. സ്മോൾ എന്നാൽ ചെറുത്, തിൻ എന്നാൽ മെലിഞ്ഞ, ലിറ്റിൽ എന്നാൽ കുറച്ച് അല്ലെങ്കിൽ ചെറുത്. ഒരുപോലുള്ള മീനിങ് വരുന്നത് സ്മോൾ ആൻഡ് ലിറ്റിൽ. സിക്ക് എന്നാൽ അസുഖം, ഇൽ എന്നാലും അസുഖം. സ്റ്റൗട്ട് എന്നാൽ സ്ട്രോങ് ആൻഡ് തിക്ക്.
ഇതിൽ സെയിം മീനിങ് വരുന്നത് സിക്ക് ആൻഡ് ഇൽ. ബിഗ് എന്നാൽ വലുത്, ലാർജ് എന്നാലും വലുത്, ഫാറ്റ് എന്നാൽ തടിച്ച. സോ സെയിം മീനിങ് വരുന്നത് ബിഗ് ആൻഡ് ലാർജ്. ദ വെബ് വേർഡ്. വെൻ യു ഹിയർ വിന്റർ ആൻഡ് സമ്മർ, what are the words that come to your mind? Write these words in the bubbles. വിൻ്റർ എന്ന് കേട്ടാലും തണുപ്പ് കാലം എന്ന് കേട്ടാലും സമ്മർ വേനൽക്കാലം എന്ന് കേട്ടാലും നിങ്ങൾക്ക് ആദ്യം എന്താണ് ഓർമ്മ വരിക? അത് ഈ ബബിൾസിൽ എഴുതാനായിട്ടാണ് പറയുന്നത്. വിൻ്റർ ആകുമ്പോൾ ഹോട്ട് ഡ്രിങ്ക്, ചൂടുള്ള പാനീയങ്ങൾ കുടിക്കാനായി നമുക്ക് ഇഷ്ടമായിരിക്കും. സ്നോ, മഞ്ഞ് ഓർമ്മ വരും. അല്ലെങ്കിൽ കോഫി. വൂളൻ ക്യാപ്പ്, ഇതുപോലുള്ള വൂളൻ ക്യാപ്പ്. സ്കാർഫ്, ഇതുപോലെ കഴുത്തിലിടുന്ന തുണിയാണ് സ്കാർഫ് എന്ന് പറയുന്നത്. സ്വെറ്ററും നമുക്ക് ഓർമ്മ വരും അല്ലേ? ഇനി സമ്മർ എന്നാണെങ്കിലോ ജ്യൂസ്, കോട്ടൺ ഡ്രസ്, ഐസ്ക്രീം, മാംഗോ, ഫാൻ, ഇതെല്ലാം നമുക്ക് ഓർമ്മ വരും അല്ലേ? ലെറ്റേഴ്സ് വിത്ത് നമ്പേഴ്സ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. Pick up the letter under each number and replace the numbers by writing it in the blanks. ഇവിടെ ഒരുപാട് ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. അതുപോലെ ഈ ബോക്സിൽ ആൽഫബറ്റ്സും അതിന് പറ്റുന്ന അതുപോലെ ഈ ബോക്സിൽ ആൽഫബറ്റ്സും അതിന് കുറച്ച് നമ്പേഴ്സും നൽകിയിട്ടുണ്ട്. അതായത് എന് 3, ബി 14, സി 8, ഡി 11, ഇ 16 എന്നിങ്ങനെ നമ്പേഴ്സ്, ഓരോ ആൽഫബറ്റ്സിനും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിലുള്ള ആൽഫബറ്റ്സ് ഈ ബ്ലാങ്ക്സിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 24 ആണ്. ഇവിടെ 24 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത് 24. 24ന് താഴെ ജി എന്ന ആൽഫബറ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മളിവിടെ എന്ത് എഴുതണം? ജി എന്ന് എഴുതണം. അതുപോലെ നെക്സ്റ്റ് 15 ആണ് തന്നിട്ടുള്ളത്. 15ന് താഴെ ആറാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മളിവിടെ 6 എന്ന് എഴുതണം. നെക്സ്റ്റ് തന്നിട്ടുള്ളത് 3 ആണ്. 3ന് താഴെ എ ആണ് നൽകിയിട്ടുള്ളത്. സോ നമ്മളിവിടെ എ എന്ന് എഴുതണം. അതുപോലെ ഓരോ നമ്പേഴ്സിന് താഴെയുള്ള ആൽഫബറ്റ്സ് ഇവിടെ നമ്മൾ എഴുതിയാൽ നമുക്ക് എന്താണ് ലഭിക്കുക? ദ ഗ്രാസ് ഹോപ്പർ ഈറ്റ്സ് വർംസ്. ഗ്രാസ് ഹോപ്പർ എന്തിനെയാണ് കഴിക്കുക? പുഴുക്കളെയാണ് കഴിക്കുക. The ants eat grains. ഉറുമ്പുകൾ എന്താണ് കഴിക്കുക? ധാന്യങ്ങളാണ് കഴിക്കുക. Winter is very cold. Winter വളരെയധികം തണുപ്പുള്ളതായിരിക്കും. Summer is very warm. Summer ചൂടുള്ളതായിരിക്കും. Under picture A, sentences describe what each person അല്ലെങ്കിൽ animals is doing. ഈ A എന്ന തന്നിട്ടുള്ള പിക്ചറിൻ്റെ താഴെയുള്ളതിൽ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് തന്നിട്ടുള്ളത്. Under picture B, write down what each is doing. ഈ ബി എന്ന പിക്ചറിന് താഴെ ഇവരെന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് എഴുതാനായിട്ടാണ് പറയുന്നത്. യൂസ് ദ വേർഡ്സ് ഹി, ഷീ, ഇറ്റ്, ദേ ഇൻസ്റ്റെഡ് ഓഫ് എ ലേഡി, എ മാൻ, 2 girls ആൻഡ് എ ഡോഗ്. ഇവിടെ ലേഡി എന്നതിന് പകരം ഷീ എന്നും, മാൻ എന്നതിന് പകരം ഹി എന്നും, 2 girlsന് പകരം ദേ എന്നും, ഡോഗിന് പകരം ഇറ്റ് എന്നും എഴുതി വേർഡ്സ് ഉണ്ടാക്കാനായിട്ടാണ് പറയുന്നത്. They are skipping. 2 girls are skipping എന്നതിന് പകരം they are skipping എന്ന് എഴുതാം. She is cutting the grass. A lady is cutting the grass എന്ന് എഴുതുന്നതിന് പകരം she is cutting the grass. A man is sleeping എന്ന് എഴുതുന്നതിന് പകരം he is sleeping. A dog is drinking water എന്ന് എഴുതുന്നതിന് പകരം it is drinking water. ഈ ചാപ്റ്ററോടുകൂടി 2nd സ്റ്റാൻഡേർഡിലെ എല്ലാ ക്ലാസ്സസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3rd സ്റ്റാൻഡേർഡിലെ എല്ലാ ക്ലാസ്സസും ചാനലിൽ പ്ലേലിസ്റ്റിൽ ക്ലാസ് 3 ഇംഗ്ലീഷ് എന്നും ക്ലാസ് 3 ഹിന്ദി എന്ന പേരിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ കാണാവുന്നതാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടി ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.